ടോം ചേട്ടാ, ഈ കാണുന്ന പന്തല് പടവലത്തിൻ്റെ അല്ലായിരുന്നേ? ഇപ്പം ഇത് ചേട്ടൻ ചിരക്കല കുത്തിയാണ്. ഇതിപ്പോൾ 2 മാസമാണ്? 1.5 മാസമായിട്ടുള്ളൂ. വളമൊക്കെ ഇട്ടോ അതിൻ്റെ? വളമിട്ട് വേറെ കുരു കുത്തിയുണ്ട് പോലെ. സുഹൃത്തുക്കളെ, ഒരു 1.5 മാസം മുന്നേ ഇതിൻ്റെ വേറൊരു വീഡിയോ നിങ്ങളെ കാട്ടി തന്നിരുന്നു. അന്ന് ഇതുമ്പോൾ പടവലായിരുന്നു. ആ പടവലം കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുമ്പോൾ ചരക്ക് കയറ്റിയിരിക്കണം. എന്നോട് ചോദിക്കുന്നത് കൃഷി ഉണ്ടോ എന്നുള്ള പലരും. ഇപ്പോൾ കൃഷി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇല്ല. കൃഷി വീണ്ടും നമ്മൾ നിർത്തണില്ല, വീണ്ടും കുറച്ച് ഉണ്ട്. അപ്പോൾ അതേ കണ്ട മുട്ടിൽ ചരക്കേ കണ്ടത്തേക്ക് ഇത് കാണുന്നുണ്ട്. അതെന്താ ചേട്ടാ കൃഷി നിർത്തണില്ലെന്ന് പറഞ്ഞേ? കൃഷി മഴ പെയ്ത് കുറേ നശിച്ചു പോയതുകൊണ്ടാണ് നിർത്തണില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം. വേണ്ട, ഈ ഉണ്ടായി കിടക്കണ്ട അതൊക്കെ കാണാൻ നിങ്ങൾ കണ്ട മുട്ടിൽ സുഹൃത്തുക്കളെ, ഇത് വെറുതെ പറയുന്നതല്ല. മുട്ടിലുണ്ടായിരുന്ന 2 കടയുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. 2 കട എന്ന് പറഞ്ഞാൽ ഇതൊരു കട, അതൊരു കടയാണ്, അതൊരു കടയാണ്. 2 കട ഇതിൻ്റെ കടയ്ക്കാണ്. നിങ്ങളിത് കാണാം. ഇത് പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതല്ലടാ ചിരക്കും ചെമ്മീനോട് വെച്ച് കഴിക്കണ്ടേ. ചിരക്കും ചെമ്മീനോട് വെച്ച് കഴിച്ചാൽ എൻ്റെ ചിരക്ക തൊണ്ട് ചെത്തേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. തൊണ്ട് ചെത്താതെ അരിഞ്ഞ് ഒന്നിലെ പയറും ചിരക്കും, അല്ലെങ്കിൽ ചിരക്കും ചെമ്മീനും ഏതെങ്കിലും ഒന്ന് അസുഖത്തിന് വളരെ ഔഷധ ഗുണം. ഷുഗർ രോഗികൾക്ക്, ബ്ലോക്ക് രോഗികൾക്കൊക്കെ അത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ സുഹൃത്തുക്കളെ. ഞാൻ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. വെള്ളം കൂട്ടി അടിക്കണം. വെള്ളം കൂട്ടി ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഷുഗർ മാറി കിട്ടും. തൊണ്ടി ചെത്താതെ മൂപ്പ് കുറവുള്ളത് പൊട്ടിച്ച് ഒരു കഷ്ണം, കൂടുതലാവരുത് കേട്ടോ, ഒരു കഷ്ണം ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വളരെ ഔഷധ ഗുണമുള്ളതാണ് ശരീരത്തിന്. വെള്ളം കൂടുതലാവണം, കുറുകുറുന്നാവരുത്. വെള്ളം കൂട്ടി ജ്യൂസ് അടിക്കണം, കുടിക്കുക. ഔഷധ ഗുണമുണ്ട്. ഷുഗർ വളരെ കുറഞ്ഞു കിട്ടും. നിങ്ങളിത് കാണാൻ ഉണ്ടാ. ഞാൻ അങ്ങോട്ട് വീണ്ടും പറയുന്നുണ്ട്. ഒരു മുട്ടയ്ക്ക് ഒരു കട, ഒരു നെറ്റി നോക്കും. ഈ നെറ്റിമെന്നൊക്കെ ഉണ്ടായിരിക്കണ ഒരു നെറ്റിമ ഉണ്ടായിരിക്കണം. നീ കാണുന്നത് കണ്ട, മുട്ടിലാണ് കണ്ട. കണ്ട, ഒരു കൃത്രിമം ഉണ്ടാക്കി ചെയ്തല്ല. ഇത് എൻ്റെ വിത്തായതുകൊണ്ട് അടിപൊളിയാണ്. നിങ്ങളിത് കാണാൻ ആസ്വദിക്കുക. ടോം ചേട്ടാ, ഈ വള്ളി പോലെ പടർന്ന സാധനല്ലേ, അതെന്തിട്ടാ? ഇതിന് ചെറുകിഴങ്ങെന്ന് പറയാം. ചെറുകിഴങ്ങ്. പണ്ട് കാലത്ത്, ഇപ്പം ചെറുകിഴങ്ങ് വരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുകിഴങ്ങെന്ന് പറഞ്ഞ സാധനം കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ കടയ്ക്ക് ഒരു 6 കട ഉണ്ട് ചുറ്റും. ഈ ചെറുകിഴങ്ങിനെ കോല് കുത്തി പന്തലുമ്പോൾ കയറ്റിയേക്കുക. ഞാൻ അതിൻ്റെ തല ഒരുമിച്ച് കുത്തിയേക്കുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഇതില്ലേ, ഇതിന് അത് മുകളിൽ കൂടെ ചുറ്റി വരുമ്പോൾ പ്രശ്നമാവോ? അത് കയറുന്നുണ്ട്, കയറിപ്പോണ്ട് പരീക്ഷിച്ച് നോക്കണം. ശരി. പുതിയ കൃഷി ചിറകിന് കുത്തിയിരിക്കുന്നു. ചിറക് കണ്ടങ്ങ ഒരു 6 കട അതിൻ്റെ ചുറ്റും കുത്തിയിട്ടുണ്ട്. അതിൻ്റെ കടയമ കൊള്ളിത്തണ്ടുമ്പോൾ വെച്ച് കെട്ടി കിടന്നതാണ്. നീ മുകളിലേക്ക് ഇങ്ങനെ പടർന്നു നിൽക്കും. അതെ, മുകളിലേക്ക് കയറി പൊക്കോളും. അപ്പോൾ ഇതിൻ്റെ ചുറ്റും വളർത്തി നിർത്തിയേക്കുക. അല്ല, ഇപ്പം ഇതിന് നമ്മൾ സാധാരണ എല്ലാ ഇതിനിട്ടുന്ന വെള്ളം തന്നെയാണ് കിട്ടുന്നത്? അതെ അതന്നെയാണ്. അപ്പം ഇതും ഉണ്ടോ, ഞങ്ങൾ പടർന്ന് പിടിക്കട്ടെ. ടോം ചേട്ടൻ്റെ കൃഷി.